സുപ്രധാന വാർത്തകളിലേക്ക് പോകുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി പൊളിച്ചു പരിശോധിക്കും. സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയിരിക്കുന്നു. കല്ലറ പൊളിക്കുന്നതിൽ എതിർപ്പുമായി കുടുംബവും ഒരു വിഭാഗവും സംഘടനകളും രംഗത്തുണ്ട്. വിവരങ്ങളുമായി പ്രദീപ് പാറശാലയുണ്ട്. പ്രദീപ്, ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും കാളിദാസ്, ഇവിടെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ കാഹളമാണ് ഇവിടെ മുഴങ്ങിയിരിക്കുന്നത്. കാരണം ജില്ലാ കളക്ടറുടെ ഓർഡർ കിട്ടിയ ഉടനെ തന്നെ സബ് കളക്ടറും ACP ഉൾപ്പെടെയുള്ള അധികൃതർ ഇവിടെ എത്തി കല്ലറ പൊളിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ തുടങ്ങിയത്. എന്നാൽ കുടുംബം വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി നിലയുറച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇവിടുത്തെ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഹൈന്ദവ പ്രവർത്തകരും ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ തരത്തിൽ രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത്. കാരണം സമീപവാസികളായിട്ടുള്ള മറ്റുള്ളവരും ഇവരെ അനുകൂലിക്കുന്ന ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം അനുകൂലിക്കുന്ന ഒരു വിഭാഗം കൂടി ശക്തമായ പ്രതിഷേധം നിലയുറപ്പിച്ച പോലീസ് വലിയ തരത്തിലുള്ള ഒരു അങ്കലാപ്പിൽ ആയിരിക്കുകയാണ്. എന്തായാലും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ഒരു ഭാഗത്തിന്റെ വാദം മാത്രം കേൾക്കാൻ പോലീസ് നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഈ ഗോപൻ സ്വാമിയുടെ കുടുംബവും ആരോപിക്കുന്ന വലിയൊരു ആരോപണവും. തീർച്ചയായും ഒരു വാദം മാത്രം കേൾക്കുക എന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു സമാധിയിലേക്കൊക്കെ മക്കൾ തന്നെ സ്വയം നീങ്ങുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടന അനുസരിച്ച് അതേപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിൽ തീർച്ചയായും ഇത്തരത്തിലൊരു അന്വേഷണം കൂടിയേ തീരൂ, അല്ലേ പ്രദീപേ? തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള അന്വേഷണമാണ്. കാരണം ഹൈന്ദവ ആചാരപ്രകാരം സമാധി ആക്കിയെന്നാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമക്കളും ഉന്നയിക്കുന്ന പ്രധാന കാരണം. പക്ഷേ ഇത്തരത്തിൽ ഹൈന്ദവ ആചാരപ്രകാരം നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കാളിദാസ് പറയുന്നത് പോലെ നമ്മുടെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും അതൊരിക്കലും ലംഘിക്കപ്പെടാൻ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഉറച്ച നിലപാടിൽ നിൽക്കുന്നത്. കല്ലറ പൊളിച്ചും ഫോറൻസിക് വിഭാഗം അധികൃതർ എത്തിയിട്ടുണ്ട്, അവരുടെ പരിശോധന നടക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന ഒരു പരാതിയിന്മേലാണ് പോലീസ് കൃത്യമായിട്ട് നിലവിൽ അന്വേഷണം ഉറപ്പിച്ചിരിക്കുന്നത്. ആ അന്വേഷണത്തിന് പൂർണ്ണമായും അതിന്റെ അവസാനം കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു തരത്തിലും അനുവദിക്കില്ല, നിയമ നടപടി വേണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ കുടുംബവും മറ്റുള്ള ഹൈന്ദവ സംഘടനയും നിലയുറപ്പിച്ചിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും എന്തായാലും പ്രതിഷേധവുമായി അവിടെ കുടുംബമുണ്ട്. കുടുംബവും അതേപോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനകളുമാണ് ഇപ്പോൾ ഈ ഒരു കല്ലറ പൊളിക്കുന്നതിനെതിരായി ഇപ്പോൾ അവിടെ സ്ഥലത്തുള്ളതല്ലേ? തീർച്ചയായിട്ടും ഈ സമാധി സ്ഥലത്തിന് ഫോറൻസിക് വിഭാഗം എത്തി ചെറിയ രീതിയിലുള്ള പരിശോധന ആദ്യം ആരംഭിച്ച ഉടൻ തന്നെ വലിയൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു മുദ്രാവാക്യ വിളിയുമായിട്ടാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടന എത്തിയത്. എന്തായാലും ഒരു ഭാഗത്തിന്റെ വാദം കേട്ടുകൊണ്ട് മാത്രമാണ് ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വലിയൊരു ആരോപണമാണ് ഇവിടെ മറ്റുള്ള ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ഒരാളെയും വേട്ടയ്ക്ക് വിട്ടുകൊടുക്കില്ല, അത് പൂർണ്ണമായിട്ടും നിയമ സംവിധാനങ്ങളിലൂടെ എവരും പോരാടും എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് ഈ സംഘടനാ നേതാക്കൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതെ, തീർച്ചയായും കുടുംബത്തിന്റെ വാദവും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെ കരുതാം. അല്ലെങ്കിൽ കുടുംബവും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മകൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ നടന്നുപോയി സമാധിയായതാണ് എന്നുള്ളൊരു വാദത്തിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് കുടുംബവും അതേപോലെ മകനും, അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, കാരണം ഈ മക്കൾ ആദ്യം പറഞ്ഞ പോലീസ് നൽകിയ മൊഴിയാണ്. കാരണം പല വ്യത്യസ്ത രീതിയിലാണ് രണ്ട് മക്കളും പറഞ്ഞിട്ടുള്ളത്. ആ വ്യത്യസ്ത മൊഴികളാണ് പോലീസ് ഇത്തരത്തിൽ ശക്തമായ ഒരു അന്വേഷണവും ഇത്തരത്തിൽ ഈ സമാധി സ്ഥലം പൊളിക്കാനുള്ള നീക്കമായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് അന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ഈ സമീപവാസികൾ പറയുന്നത് ഇദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു. ഈ കിടപ്പ് രോഗി എങ്ങനെയാണ് സമാധിയാവാൻ ഈ സമാധി സ്ഥലത്ത് പോവുക എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ആദ്യം ഈ പറയുന്ന രാജസേനൻ എന്ന മൂത്ത മകനാണ് പോലീസിന് ആദ്യം മൊഴി നൽകിയത്. അച്ഛൻ സമാധിയായി പോയിരുന്ന് സമാധിയായതാണ്, അതിനുശേഷമാണ് ഇത്തരത്തിൽ ആചാര ചടങ്ങുകൾ നടത്തി എന്നുള്ളതാണ് രാജസേനായിട്ടുള്ള മൂത്ത മകൻ പറയുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തമായ മൊഴികളാണ് ഈ പോലീസിന് ആദ്യം ലഭിച്ചത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും സ്ഥലത്ത് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. കല്ലറയ്ക്ക് മുമ്പിൽ തന്നെ ഇരുന്നിട്ട് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മകനുമെല്ലാം ഈ ഒരു നീക്കം തടയാനുള്ളൊരു ശ്രമത്തിലാണ്. അതേസമയം പോലീസ് ബഹളം വെച്ച് അല്ലെങ്കിൽ പോലീസ് ശക്തി പ്രയോഗിച്ച് ഈ കുടുംബാംഗത്തെ മാറ്റി കല്ലറ പൊളിക്കാൻ തന്നെ ഉള്ള തീരുമാനവുമായി മുമ്പോട്ട് തന്നെ പോവുകയാണ്, അല്ലേ? നിലവിൽ പോലീസ് ഒരു ബലപ്രയോഗത്തിന് തുനിയുന്നില്ല. ശക്തമായ വാക്പോരാണ് ഇവിടെ നിലവിൽ നടക്കുന്നത്. കൃത്യമായിട്ടും ഈ സമയങ്ങളിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഇന്നലെ തന്നെ കോടതിയും മറ്റ് നിയമ സംവിധാനങ്ങളെയും സഹായം തേടിയിരുന്നു. ആ നിയമസഹായം തീർച്ചയായിട്ടും എത്തുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഈ ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയും അത്തരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
തീർച്ചയായും അത്തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്കുമൊക്കെ മക്കളും മകനും കുടുംബവും എല്ലാം കടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു നിയമ പോരാട്ടം എത്രത്തോളം സാധ്യമാകും, അല്ലെങ്കിൽ എത്രത്തോളം ആ നിയമങ്ങളെല്ലാം മകന്റെയും ഭാര്യയുടെയും ഒക്കെ ഒപ്പം നിൽക്കും എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇവർക്ക് ഓരോ മണിക്കൂർ കഴിയുന്തോറും ഇത്തരത്തിൽ ഈ ഒരു ദുരൂഹതയുടെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിസമാപ്തി അത്യാവശ്യമാണ്. അതിനാണ് പോലീസും ACP ഉൾപ്പെടെയുള്ള സബ് കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ശരി പ്രദീപ്, എന്തായാലും ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലൊരു നാടകീയ രംഗങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജില്ലാ കളക്ടർ അനുമതി നൽകിയതിന് ശേഷവും ഇത്തരത്തിലുള്ള രംഗങ്ങൾ, നാടകീയ രംഗങ്ങൾ അവിടെ അരങ്ങേറുന്നു. കുടുംബവും അതേപോലെ തന്നെ ഒരു വിഭാഗം നാട്ടുകാരും ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെയാണ് ഇതിനെ തടയിടുന്നത്. ഇപ്പോഴും ഒരു നിയമത്തിനെതിരെ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിൽ നമ്മൾ പാലിച്ചു പോരുന്ന, രാജ്യത്ത് നമ്മൾ പാലിച്ചു പോരുന്ന ഒരു നിയമത്തിനെതിരെ, നിയമവ്യവസ്ഥിതിക്കെതിരെ എതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മരണത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു സമാധി എന്നുള്ളത് സത്യം തന്നെയാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ബാധ്യത തീർച്ചയായും ഇവിടുത്തെ നിയമപാലകർക്കുണ്ട്. എന്നാൽ അതിനെല്ലാം തടയിടുന്ന തരത്തിലാണ് കുടുംബത്തിന്റെയും അതേപോലെ തന്നെ അവിടുത്തെ ഒരു വിഭാഗം നാട്ടുകാരുടെയും ഹൈന്ദവ സംഘടനകളുടെയും പ്രതിഷേധം എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തരത്തിൽ സമാധി പൊളിക്കുന്ന ഘട്ടത്തിലേക്ക് തന്നെ കടക്കുന്നു എന്ന് തന്നെ കരുതാം. കാരണം സമാധി അളക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാണുന്നു. അത് പൊളിച്ച് നീക്കി കല്ലറ തുറന്ന് എത്തരത്തിലായിരിക്കും ഈ ഒരു ഗോപൻ സ്വാമി സമാധി ആയത് എന്നുള്ളത് തന്നെയാണ് നമുക്കിനി അറിയാൻ സാധിക്കുക. വരും മണിക്കൂറുകളിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.